ജിക്കയിലേക്കാണ് ഗോപിച്ചേട്ടി പറഞ്ഞതുപോലെ അമേരിക്ക ഒരു 15 നിർദ്ദേശം വെച്ചിട്ട് സ്വാഭാവികമായി ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ഹോർമുസ് കടലിടുക്കിന്റെ പരമാധികാരമായി ബന്ധപ്പെട്ടായിരിക്കും, അല്ലെങ്കിൽ സംയുക്തമായി അത് അധികാരം വിനിയോഗിക്കാമെന്നുള്ളതായിരിക്കും. ആ പോയിന്റ് എന്തായാലും നിലവിൽ ഇറാൻ അംഗീകരിക്കാൻ പോകുന്നത്. കാരണം ഈ യുദ്ധം ഇത്രത്തോളം കൊടുമ്പിരി കൊള്ളുമ്പോഴും ഇറാന്റെ മുമ്പിൽ സ്ട്രാറ്റജിക്കായ ഇടം അതാണ്. ആ ഒരു ഇടം കൊണ്ടാണ് ഈ ആഗോള രാഷ്ട്രങ്ങൾ പോലും സമാധാനത്തിന് വേണ്ടി ശ്രമം നടത്തുന്നതെന്ന ബോധ്യത്താണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഡു ഇറാൻ റിയലി വെയിറ്റിംഗ് ഫോർ എ വാർഫെയർ എന്നുള്ളത് നേരിട്ട് ഒരു യുദ്ധമുഖത്തിനെയും ഇറാൻ ആഗ്രഹിക്കുന്നുണ്ടോ, തയ്യാറെടുക്കുന്നുണ്ടോ? കാരണം കരയുദ്ധം ഇറാനെ സംബന്ധിച്ചിടത്തോളം മിലിറ്ററി പേഴ്സൺസിന്റെ കണക്കെടുത്താലും വാർഫെയറിൽ അവരുടെ ഈ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാലും കൺസിസ്റ്റന്റ് ആയ യുദ്ധമുഖത്ത് നിന്നുള്ള അവരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും ഈ കരയുദ്ധത്തിൽ ഇറാന് മുമ്പ് മറ്റ് രാജ്യങ്ങളെക്കാൾ എപ്പോഴും ഒരു എഡ്ജ് കിട്ടാറുണ്ട്. പ്രത്യേകിച്ച് അവരുടെ മണ്ണ് കൂടിയാകുമ്പോൾ ആ ടെറൈൻ പെക്യുലറായി അവർക്ക് മാത്രം പറയുന്ന ടെറൈനാണ്. ഒരുപാട് മലമുകളുള്ള കുന്നുകളുള്ള ചില ഈ പറഞ്ഞ പോലെ ഒളിയിടം എന്ന കണക്കെയൊക്കെ ദുരൂഹമായ ഇടങ്ങളുള്ള സ്ഥലത്ത് കരയുദ്ധത്തിന് ഇറാൻ ശരിക്കും തയ്യാറെടുക്കുന്നുണ്ടോ? അമേരിക്ക അങ്ങനെ ഒരു വലിയ റിസ്കിലേക്ക്, അങ്ങനെ ഒരു ചലഞ്ചിലേക്ക് ഇറങ്ങാനും സാധ്യതയുണ്ട്. സുഹേൽ, ഈ യുദ്ധം പെട്ടെന്ന് അവസാനിക്കാതെ അതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയാതെ നീണ്ടുപോകും എന്ന് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമുക്ക് അങ്ങനെ ഒരു വിലയിരുത്തലുണ്ട്. പക്ഷേ എനിക്ക് ഇന്ന് മറ്റൊരു തരത്തിൽ വേറൊരു കാഴ്ചപ്പാടാണ് ഇതിൽ അവതരിപ്പിക്കാനുള്ളത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ദിലീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യുദ്ധം തുടങ്ങാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും എളുപ്പമായിരുന്നു. ഇത് ഏകപക്ഷീയമായ ഒരു ആക്രമണമായിരുന്നു. യുദ്ധം എന്നത് രണ്ടാമത്തെ ഘട്ടത്തിൽ സംഭവിച്ചതാണ്. ഏകപക്ഷീയമായ ആക്രമണമായിരുന്നു. അത് തുടങ്ങുമ്പോൾ വ്യക്തമായ കാൽക്കുലേഷൻ അവർക്കുണ്ടായിരുന്നു, പ്ലാനിംഗ് ഉണ്ടായിരുന്നു. അത് തെറ്റിപ്പോയത് വളരെ പെട്ടെന്ന് തന്നെ നേരത്തെ ഇറാനിൽ ഉണ്ടായിട്ടുള്ള ജനകീയ പ്രക്ഷോഭത്തിൻ്റെ ഒക്കെ വെളിച്ചത്തിൽ വളരെ വേഗം ഒരു ഭരണമാറ്റം, പ്രത്യേകിച്ച് ഖമനേയിയൊക്കെ വധിച്ചതോടുകൂടി അത് എളുപ്പം നടക്കുമെന്നൊരു കണക്കുകൂട്ടൽ അവർക്കുണ്ട്. ആ കണക്കുകൂട്ടൽ പാടെ തെറ്റിയതോടുകൂടി ഈ യുദ്ധം ഇനി ഏത് ദിശയിലേക്ക് സഞ്ചരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി എന്നതാണ്. ഇനി നമ്മുടെ മുന്നിലുള്ള പ്രശ്നം യഥാർത്ഥത്തിൽ ഈ 15 സമാധാന നിർദ്ദേശങ്ങൾ അത് ഇറാൻ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. നമ്മൾ ഇതുവരെ മനസ്സിലാക്കുന്നത് ഇറാൻ ഇനി യുദ്ധമുഖത്ത് നിന്ന് പിൻവാങ്ങാൻ തയ്യാറല്ല എന്ന നിലയ്ക്കാണ്. എനിക്ക് മറ്റൊരു അഭിപ്രായമാണ് ആ കാര്യത്തോട്. യഥാർത്ഥത്തിൽ ഇറാനും ഈ യുദ്ധം ഒരു ഘട്ടത്തിൽ അവസാനിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ഈ 15 നിർദ്ദേശങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇറാന് മേലുള്ള എല്ലാ ഉപരോധങ്ങളും അവസാനിപ്പിക്കും എന്ന ഒരു നിർദ്ദേശം അതിനകത്തുണ്ട് എന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇറാന് തടസ്സമായി നിൽക്കുന്നത് ഇപ്പോൾ ഇറാന്റെ ഈ മിസൈൽ പദ്ധതി അവസാനിപ്പിക്കണം, അതുപോലെ തന്നെ യുറേനിയം സമ്പുഷ്ടീകരണം, അത് ഈ ആണവ പരിപാടികളുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണം. അതേ നേരെ മറിച്ച് സിവിലിയൻ ആണവ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആണവോർജ്ജം നിർമ്മിക്കും, അതിന് വേണ്ട സഹായം ഞങ്ങൾ നൽകാം എന്ന് അമേരിക്ക പറയുന്നുണ്ട്. ഈ 15 നിർദ്ദേശങ്ങളിൽ ഉണ്ട് എന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകളാണ് ഇതൊക്കെ. അതിൽ ചില കാര്യങ്ങൾ ഇറാന് സ്വീകാര്യമായ നിർദ്ദേശങ്ങൾ കൂടി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിലേതെങ്കിലും ഒന്നിൽ തട്ടി ഈ സമാധാനത്തിലുള്ള ചർച്ചകളിലേക്ക് അത് വഴി തുറക്കാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഒരു കാര്യം കൂടി, ഇതിനകത്ത് മറ്റൊരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇസ്രയേലും അമേരിക്കയും ഒറ്റക്കെട്ടായി ഇപ്പോൾ ഈ യുദ്ധമുഖത്തുണ്ടോ എന്ന സംശയമാണ്. അതിന് കാരണം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തി എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ടെലിഫോൺ സംഭാഷണത്തിൽ ഈ യുദ്ധം ഈ നിലയിൽ നീണ്ടുപോകുന്നതിനും ഇത് വഷളായതിനെ കുറിച്ചുമുള്ള അഭിപ്രായ ഭിന്നതയും അതിനുള്ള രോഷപ്രകടനവും ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു വിവരം കൂടി ആക്രമണം ഉണ്ടായ സമയത്ത് തന്നെ അമേരിക്ക കൃത്യമായി സൗത്ത് പാസിലെ ഈ പറയുന്ന ആണവ നിലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണവും അതേപോലെ തന്നെ സൗത്ത് പാസിലാണ്. അതായത് അവിടെ ആക്രമണം ഉണ്ടായപ്പോൾ തന്നെ ഇത്തരത്തിൽ ഇസ്രായേലിനോട് അമേരിക്ക ചോദിച്ചിട്ടുണ്ട്. കാരണം സംയുക്ത ഓപ്പറേഷൻ നിലയ്ക്കുള്ള അവരുടെ പ്രവർത്തനം നിന്നുപോയോ എന്ന ഗോപിച്ചേട്ടൻ ചോദിച്ച ചോദ്യം പ്രസക്തമായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു അനൈക്യം ഉണ്ടാകുമ്പോൾ എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന കാര്യം പ്രസക്തമാണ്. ഞാൻ ഹാഷ്മിയിലേക്കാണ്. ഹാഷ്മിക്ക് പറഞ്ഞതുപോലെ ഈ കൺഫേൺ ടൈം ലിമിറ്റിനുള്ളിൽ ഒരു യുദ്ധം തീർക്കുക എന്നുള്ളതൊക്കെ അതൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും പോസിബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ റഷ്യ എന്ന രാജ്യം എന്നോ യുക്രൈനെ കീഴ്പ്പെടുത്തുന്നുണ്ട്. അതായത് ഒരു പരിമിതിയില്ലാതെ യുദ്ധം നീളുന്ന ഒരു ആഗോള സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ പോയാൽ യുക്രൈൻ പോലെ ആയിരിക്കില്ല ഇറാന്റെ വിഷയം. കാരണം നമ്മുടെ ഇന്ത്യയിലേക്ക് വരേണ്ട ക്രൂഡും പെട്രോളും അടക്കം തടഞ്ഞു നിർത്തിയ അവസരം. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തെ നേരിടാൻ ആഗോള രാജ്യങ്ങൾക്ക് ആർക്കെങ്കിലും ആകുമോ? അതാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.